വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ പുറത്തിരുന്ന് എടുക്കാൻ അതിന്റെ ചെറിയ സൗണ്ട് ഒക്കെ ഉണ്ടോ മരം കെട്ടുന്ന അങ്ങനെ പരിപാടി വണ്ടി പോകുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ സൗണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇച്ചിരി സഹിക്കണം കേട്ടോ. ഇനിയിപ്പോ പോകാം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എടുക്കുന്നത്. ഞങ്ങൾ ഇതാരാന്ന് പറഞ്ഞില്ല. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ നല്ല ചേച്ചിയാണ്. മാളു എന്നാണ് വിളിക്കുന്നത്. അതെ, ഒരു ചാനലുണ്ട്, ഹോബീസ് ആൻഡ് കോഫി. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കണം. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം. അപ്പൊ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങളുടെ അനിയത്തി അച്ചുവിന്റെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ പാട്ടൊക്കെ പാടിയിരുന്നു. ബർത്ത്ഡേ വീഡിയോയിൽ അത് കാണാത്തവര് പോയി കാണണം കേട്ടോ. മേളിൽ ലിങ്ക് വരും. ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണണേ. വരും കേട്ടോ. കാണണം കേട്ടോ. നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് മുമ്പ് ഇത് പറയണല്ലോ, ഇതല്ലേ അത്യാവശ്യം. നമ്മൾ എന്തിനാ പോകുന്നതെന്ന് വെച്ചാല് നമ്മള് പറഞ്ഞ അച്ചുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്കൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കണ്ടേ. നമുക്ക് വലിയ ആഘോഷമൊന്നും പറ്റത്തില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഒരു കുഞ്ഞ് സർപ്രൈസ്, ഒരു കേക്ക് ഒക്കെ മുറിക്കണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ഒക്കെ ഉണ്ട്. കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ അടുക്കളയിലെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണമല്ലോ. അതിനുവേണ്ടി ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന അച്ചുക്കുട്ടിയുടെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പൊ അതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തുണിക്കട കയറി ഡ്രസ്സൊക്കെ നോക്കുകയാണ്. വളരെ ചോദിച്ചോ നല്ലതല്ലേ? ഇത് നല്ലതല്ലേ? അവൾക്ക് പാകമാണ്. ഇതിനേക്കാളും നല്ല ഇത് രണ്ടും ഉണ്ട് അല്ലേ? ഇതിലേതെല്ലാം എടുക്കാം. അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറ. ഞങ്ങളിപ്പം പുതുപ്പള്ളിയിൽ ഒരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് സെലക്ട് ചെയ്ത് കാണിക്കാം. അതെ, അപ്പോൾ നമ്മൾ ഈ 2 ഡ്രസ്സാണ് ഇപ്പോൾ ചൂസ് ചെയ്തത്. ഇതിലേത് വേണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. നമുക്ക് അക്കത്തേക്ക് വിടാം. ഓക്കെ, നോക്ക്. കുഞ്ഞു പിള്ളേരാ. അപ്പോൾ ഈ ടോപ്പ് എനിക്കതും ഇഷ്ടപ്പെട്ടു. രണ്ടും നല്ല ടോപ്പാട്ടോ. നിങ്ങളെ കാണിക്കാം. നമ്മൾ ചേച്ചി കൈ പിടിച്ച് ഇതൂടെ പിടി. കണ്ടോ, രണ്ടും അവൾക്ക് ഇത് രണ്ടും നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഏത് വേണം? ഇത് വരെ ഇതെടുക്കാം അല്ലേ? അതെടുക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ തുണിയൊക്കെ എടുത്തു. നമ്മുടെ ഏരിയയിലൊന്നും കിട്ടിയില്ല കേട്ടോ ഡ്രസ്സ്. അതുകൊണ്ട് ഞങ്ങൾ പുതുപ്പള്ളി പോയി. എന്നെ ക്ലാസ്സിൽ കൂടെ കാണാൻ തോന്നുന്നല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ ഡ്രൈവർ മാളച്ചേച്ചിയാണ്. കാറ്റടിക്കുന്ന ഒച്ചയുണ്ട്. പറയുന്നൊന്നും കേൾക്കത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഒരു രസം. അപ്പോൾ ഇങ്ങനെ നമുക്ക് അവിടെ പോയി കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ എടുത്ത് അടുപ്പത്ത് കയറ്റി അച്ചുവിന് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതായിട്ട് നമുക്കൊരു സ്പെഷ്യൽ കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് റെഡിയാക്കാം.
അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ആർക്ക് അച്ഛനുണ്ട് കൊടുക്കണം അല്ലേ? നമുക്ക് ഇനി അങ്ങോട്ട് പോവാം, വീട്ടിൽ ചെന്നിട്ട് കാണാം. അടിപൊളി കേക്കല്ലേ? ഞങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടാത്തതുകൊണ്ട് മേളിൽ കുത്തി വരച്ചിട്ട് നല്ലൊരു ഭംഗി ആയിട്ടുണ്ടല്ലേ? അതെ, കുത്തി വെച്ചപ്പോൾ ഒരു ഭംഗി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല. അപ്പം നമ്മളിത് എൻ്റെ കൈ കേക്കൊക്കെ ഉണ്ട്. നമ്മൾ ആ സർപ്രൈസ് കൊടുക്കാനായിട്ട് അച്ഛൻ്റെ വീടിൻ്റെ മുമ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം കാറ വന്നിറങ്ങി ചേട്ടനും മാളി ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ. നമ്മൾ പറഞ്ഞിട്ടില്ല, ഗേറ്റ് പൂട്ടിയെന്ന് അറിയത്തില്ല. എല്ലാം നമുക്ക് പോയി നോക്കാം. മതിലിയാടാ, ഗേറ്റ് പൂട്ടി. ഇനി അങ്ങോട്ട് കയറാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ മതിലടിയാലോ ഒന്ന്. എന്തായാലും നോക്കട്ടെ, എന്തെങ്കിലും വഴി വേണം. അച്ചോ, അച്ചേ, അച്ചോ, എന്തുവാണ് കയറി പോകുന്നത്? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗേറ്റ് ഒക്കെ പൂട്ടിട്ട് അവിടെ പോയത് ഞങ്ങള് മതിലാണ്. മതിലിന്റെ പൊക്കം ഭയങ്കര കൂടുതലായി പേടിച്ചിട്ട് ഗേറ്റ് ഒക്കെ പൂട്ടി കേട്ടോ. മതിൽ കുറച്ച് കുച്ചാക്കാൻ പറയണം. അതെ, ചാടാൻ നോക്കി പറ്റുന്നില്ലായിരുന്നു. ഞങ്ങള് മതിലടനൊക്കെ പരിശ്രമിച്ചായിരുന്നു. നാട്ടുകാർക്ക് ഇവിടെ എന്താ സംഭവം മൈൻഡ് ചെയ്യണ്ട. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അച്ചു ഇവളിത് എങ്ങോട്ടാ കയറി ഓടിയേ? അച്ഛേ, ക്യാമറ കണ്ടിട്ട് ഓടുന്നുണ്ടോ തോന്നുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒളിച്ചേക്ക് ഇതാട്ടോ ഞാൻ പറഞ്ഞ അച്ചു. കേക്ക് പിടിക്കണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അച്ചു എന്ത് ഇത് അമ്മു ചേച്ചേട്ടോ. ഓടും, ക്യാമറ കണ്ടിട്ട് എല്ലാരും ഓടും കേട്ടോ. കേക്ക് എടുക്കണേ. അതെ, ഇത് ഞങ്ങൾക്കുള്ളതാട്ടോ. ഇത് അച്ഛനല്ലേ ഞങ്ങൾക്കാ. ബർത്ത്ഡേ ടു യു. എടുക്കടിയോ, തുറക്ക്. അതെ, കേക്ക് ഞാൻ കാണിച്ചായിരുന്നല്ലോ, എന്നാലും ഒന്നുകൂടെ കാണിച്ചേക്കാം. അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം അച്ഛൻ്റെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അച്ചു ഹാപ്പി ബർത്ത്ഡേ ടു യു. വലിയ പീസ് എന്താ ഇങ്ങനെ? ചിറ്റ പതുക്കെ പറയണ്ട, ഉറക്കെ പറഞ്ഞോ. അമ്മൂന് കൊടുത്തില്ല, അമ്മൂന് കൊടുത്തില്ല. ഒരു സംഭവം ഉണ്ട്, സൂം ചെയ്ത്. ഞങ്ങളുടെ കേക്ക് ഇതല്ല. ഇവിടം വരെ മുറിക്കണം, ഇവിടം വരെ മുറിച്ചേ. അങ്ങനല്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. മാറ്റടി. കണ്ടു 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 കണ്ടു. അങ്ങനെ വേണം കേക്ക് മുറിക്കാൻ, അല്ലാതെ. അപ്പൊ നമ്മള് കേക്കൊക്കെ മുറിച്ചപ്പോ ഇവിടുന്ന് ആരുണ്ടാക്കിയതാ? അച്ഛന്റെ ബർത്ത്ഡേക്ക് സ്വയം കേക്ക് ഉണ്ടാക്കി. ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്നും പറഞ്ഞോളുണ്ടാക്കി. ആ കേക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ തന്നിട്ടുണ്ട്. കൂടെ ചിറ്റയുടെ വക പായസം. ചിറ്റയുടെ വകയല്ലേ? അതെ, ചിറ്റയുടെ വക പായസം ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് കഴിക്കട്ടെ. അടിപൊളി കേക്ക് ആയിരുന്നു, നല്ല സർപ്രൈസ് ജംസ്. ചെറിയ പീസ് കട്ട് വലിയ പീസൊക്കെ കട്ട് ചെയ്യണ്ടേ? എന്തായാലും പോട്ടെ, സാരമില്ല, പോട്ടെ. നമ്മളെന്തായാലും അടിച്ചു വിളിച്ചു, കേക്ക് തന്നു, പായസം കുടിച്ചു. ഇനി നമുക്ക് ഡ്രസ്സ് ഇവിടെ കൊണ്ടിരിക്കാം. ഡ്രസ്സാണോ? എന്റെ നന്ദ. സാരമില്ല, അച്ഛനെ കൂടെ നമുക്ക് തുറപ്പിക്കാവേ. ഇന്നാണ് ഈ
വീണ്ടും മാസ്ക് അതിന്റെ അകത്ത് ഇട്ടോ മാളു. അതിന്റെ സംഭവം അറിയോ, കഴിഞ്ഞ പ്രാവശ്യം അമ്മുന്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല നമ്മള്. അപ്പൊ മാൾച്ചേച്ചിക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു അമ്മുന്. അതിന്റെ കൂടെ മാൾച്ചേച്ചിയുടെ പുതിയ മാസ്ക് ഇട്ട് അമ്മുന് കൊടുത്തിട്ടുണ്ട്. പുതിയ മാസ്ക് അമ്മുന് കാണുന്നുണ്ടെങ്കിൽ അമ്മു വലിച്ചു കീറി പൊട്ടിക്കടി. നിനക്ക് എന്താ കവർ വേണോ? പിന്നെന്താ തുറക്കടി. നമ്മളന്ന് സെലക്ട് ചെയ്ത, അല്ല ഇന്ന് സെലക്ട് ചെയ്ത ഡ്രസ്സാണ് ഈ കാണുന്നത്. ഇട്ട് നോക്കണേ, അവിടെ ഇട്ടിട്ട് നമുക്ക് കാണാം. നന്നായി. ഇതൊക്കെയാണ് സെലക്ട് ചെയ്തൊക്കെ സംഭവം തയ്ച്ചരുത്. അപ്പൊ ഇനി എന്തായാലും ഞങ്ങൾക്ക് ശരിക്കും സർപ്രൈസ് ആയോ? നീ എങ്ങനെയുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല, അവൾ അറിഞ്ഞില്ല. ഞങ്ങൾ വിളിച്ചാൽ കേട്ടോ, ഞങ്ങൾ വന്ന കണ്ടായിരുന്നു. ഞങ്ങൾ ജനലിൽ നിങ്ങൾ കണ്ടു. ഞങ്ങള് മതിലിയാണൊക്കെ പ്ലാൻ ചെയ്തിട്ടാ. അപ്പൊ ഈ ജനലിൽ കൂടെ ആരോ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കിയില്ലേ, ഞങ്ങളെ നോക്കിയത് കണ്ടു. പ്ലാൻ മുടങ്ങി ഇനിയെല്ലാം പിടി കൊടുത്തേക്കാന്ന് ഓർത്ത ഞങ്ങൾ അച്ചു നീട്ട് വിളിച്ചല്ല. ഞങ്ങൾ പറമ്പൊക്കെ ചാടി വന്ന് ഇവിടെ വന്ന് ഒന്നും നടന്നില്ല. എന്തായാലും അടിപൊളിയായില്ലേ, സന്തോഷമായില്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതിനിപ്പോ ഇതൊക്കെ എല്ലാം പറയാനുണ്ട്. ഒരു കാര്യം കൂടെ, ഒരു പാട്ട് പാടാവോ? ഒരു പാട്ട് രണ്ടില്ലേ കച്ചയുടെ പാട്ട് പാട്ട്. கொஞ்சம் என்று இதுவரை இது போலே நானும் இல்லையே கடலலை போலே வந்து கரைகளை அள்ளும் அன்று முழுகிட மானத்தும் പിൻവാങ്ങവില്ലയേ. ഇവിടെ ഇപ്പൊ മൂന്ന് യൂട്യൂബേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞുതരാം, ഇത് നമുക്കറിയാം. ഞാൻ എപ്പോഴും പറയുന്നത് ചിറ്റയുടെയൊക്കെ പാട്ട് പാടാൻ നിലത്തൊക്കെ പറയുന്നുണ്ട്. എന്നെ ഞങ്ങളൊക്കെ എന്താ പറയും, ഇതാണ് കേട്ടോ മൂത്തത് ലുക്കിലെന്നല്ല. എന്റെ മൂത്തതാണ് അമ്മു ചേച്ചി. അതവിടെ ഇങ്ങോട്ട് കേറി വാ. കൊറേ നേരം ചേച്ചി ഇങ്ങനെ. ഇത് മൂത്തത്, അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ. ഇതാണ് ഓർഡർ. അപ്പൊ എന്താ സംഭവം, പാട്ടൊക്കെ കഴിഞ്ഞ് നല്ല പാട്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ചാനലുണ്ട്. നമ്മള് പറഞ്ഞു ഹോബീസ് ആൻഡ് കോഫി എന്നാണ് പേര്. നമ്മുടെ അത് അച്ചുവിന്റെ ചാനലുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ സപ്പോർട്ട് ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിലെ ഗായിക. അതെ, ഗായിക. ഇതും പാടുമായിരുന്നു. നമ്മ ചേച്ചി സാധകമൊന്നും ചെയ്യുന്നില്ല, കട്ട് വന്നത്. ഇതായിരുന്നു ഇതിന്റെ മൂത്താപ്പ. നല്ല പാട്ടായിരുന്നു. അപ്പൊ അച്ഛന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നമ്മ ചേച്ചിക്ക് എന്റെ ചാനൽ, ഞങ്ങളുടെ എല്ലാവരുടെയും ചാനലിൽ അത് തന്നെ കാണുമായിരിക്കും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കിട്ടോ കഴിഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാരും മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ റെഡ് കളർ എഴുതിയിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറം ഒരു ബെൽ ബട്ടൺ കൂടെ ഉണ്ട്. അത് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സംഭവം അമർത്തിയേക്കണം കേട്ടോ, മറക്കരുത്. പിന്നെ എന്താ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.